ചേട്ടാ അയ്യോ ധനനാണല്ലോ അത്. ചേട്ടാ കേറി വാ. അച്ഛൻ വാ. അച്ഛാ, അച്ഛനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് പ്രശ്നമൊന്നുമില്ല. എനിക്ക് മാഷിനൊന്ന് കാണണമെന്ന് തോന്നി. ചോദിച്ചാൽ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കണ്ടതുകൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പോഴും അനന്തം മാഷ വീഡിയോ വെച്ച് അവിടെ ഇവിടെയൊക്കെ അലയുന്നുണ്ടാവും. വീടും അഡ്രസ്സും ഒന്നും അറിയാതെ ഇറങ്ങിയത് അബദ്ധമായല്ലോ ശേഖര. ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് ചിലപ്പോ മാഷിനെ അനിമോളെയും എന്റെ വിച്ചുവിനെ ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. വിച്ചുട്ടാ മോനെ, മുത്തച്ഛനെ മറന്നോ നീ? മുത്തശ്ശൻ പൂക്കളം കണ്ടോ? ആഹാ, കണ്ടു. സന്തോഷമായി. മോളെ, അച്ഛൻ എഴുന്നേറ്റില്ലേ? ആ ഇപ്പൊ എഴുന്നേറ്റ് കാണും. അച്ഛൻ കയറിയിരിക്കെ. വലിയ ഉപകാരം. ധനനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ എത്തില്ലായിരുന്നു. എല്ലാവരും നിമിത്ത ചേട്ടാ. അല്ല, തുടക്കം മുതലേ നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ. മാഷിനെ ഞാനും ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അച്ഛനിപ്പോ ഓക്കെ ആയി. ധനേട്ടനും അകത്തേക്ക് വാ, അച്ഛനെ കണ്ടിട്ട് പോ. വാ അച്ഛാ, അകത്തേക്ക് വാ. ആ, വാ മോനെ. അയ്യോ, വാസന്തിയാണല്ലോ. വാസന്തി, ഞാനിപ്പോ വരാം. ആ, വന്നോണ്ടിരിക്കുക വാസന്തി. ഓ, എത്തിയെന്നേ. ആ, നീ ഫോൺ വയ്ക്ക. വീട്ടിൽ നിന്ന് പാല് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. മാഷിനെ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. പാല് വാങ്ങി കൊടുത്തില്ലെങ്കിൽ പണി പാളും. ചേട്ടൻ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാൻ പോയിട്ട് വരാം. ആ, ശരി ശരി, വരമേ. വാ അച്ഛാ.